വെച്ചോ, തുടങ്ങി വെച്ചോ. ആ അതൊരു ശരിയാ കേട്ടോ, ചേച്ചി എടുക്കാൻ മറന്നുപോയി. ഞാൻ അങ്ങോട്ടായിരുന്നു ഫോക്കസ് മുഴുവൻ. കേറിയോ എന്ന് ലോഡ് കയറ്റുന്നു. ഏറ്റവും ബെസ്റ്റ് ആണ്. വലിയ വിസ കൊടുത്ത കളിക്കും. ഒരു മിനിറ്റ്, ഒന്നോടെ വിരല് വെച്ചാ മതി, അത് കൊടുക്കണ്ട. ആ മതി, ചിരിച്ചേ. അവിടെ നിക്കട്ടെ, മുഖം ചൂട് പോട്ടെ. ഇല്ല, ബർത്ത്ഡേ ഇപ്പുറത്തെയാ. ആ അത് കുഴപ്പമില്ല. ഇത് യൂട്യൂബിലുള്ള ഗ്രൂപ്പ് ഫോട്ടോ അല്ല, അതൊന്നും ഇടുന്നതിന് കുഴപ്പമില്ല, നമ്മളിട്ടാലേ ഉള്ളു കുഴപ്പം. ഞാനത് മുമ്പേ കണ്ടതാ. വളയൊന്നും എടുത്തിട്ട് പോകുന്നില്ല. നിങ്ങളുടെയൊക്കെ എന്റെ എടുത്തു കഴിയുമ്പോഴത്തേന് തല വന്നോ? എന്തോടെ വന്ന് പോകുമ്പോ നീല ചേച്ചിക്ക് എടുക്കണോ? എന്തോ പാടി. എന്നെ കണ്ണനായിരോ? കൂടെ നിൽക്കണം. ബിന്ദു ആന്റി വഴിന്ന് മാറൂ. വിരല് നിൽക്കുന്ന ഇത് ഒടിഞ്ഞു വീഴുന്ന കാര്യമില്ലേ മനുഷ്യ? ഒന്ന് ചെയ്തിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ഒടിയുന്നത്. ആഹാ അത്രയ്ക്ക്
ഇത്രയും വലിയ കപ്പ് വേണ്ടേ? ഈ ചെറിയ ഒറ്റ ഇടിയാ കൊടുക്കേണ്ടത് ക്ലാസ് പഠിക്കാൻ ഇടിക്ക് ഒരു ഗ്ലാസ് മേടിച്ചിട്ടല്ലേ ഇവിടെ ഗ്ലാസ് ഉണ്ടെന്നാ പറഞ്ഞത്. ക്ലാസ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അതിനുള്ള നല്ല ഗ്ലാസ് ആണല്ലോ. എന്നെ ഒരു കുഴപ്പം. എനിക്ക് ഇച്ചിരി ചോറ് ഇങ്ങനെ ആക്രമണം. ഒന്നും രണ്ടും ചെറുപ്പം പ്രോജക്റ്റാണ് എഴുതിയ പിന്നെ എല്ലാവരും സഹായിച്ചു കാണും. ആർദ്രനാരി പലതരം നരികളുണ്ട്. പലതരം നരികളുണ്ട്. ആകാശം പിന്നെ എന്തിനും ആകാശം പറഞ്ഞോ? ആകാശാരാ പറഞ്ഞത്? ഇവിടെ ആരോ പറഞ്ഞു. ഞാനാ പറഞ്ഞു. ബോബി പറഞ്ഞു ഞങ്ങള് സംഭവിച്ചു. ഓസ്ട്രേലിയ, അമേരിക്ക, അന്റാർട്ടിക്ക. എന്നിട്ട് ഇതിക്ക് തിരിപ്പാണ്. ഓസ്ട്രേലിയ. ആരോരും അറിയാതെ വേറെ വല്ലതായിരിക്കും. അത് ഇതല്ലേ കഷ്ടപ്പെട്ട് കാശ് മുടക്കി പണം സമയം കൊടുക്ക്. നമ്മുടെ അമ്മ വിളിച്ച പോലെ കച്ചിയുടെ കുഞ്ഞുമാണ്. നേരത്തെ വിളിച്ചിരിക്കുകയാണ് പറയുമ്പോ ഞാനും കെട്ടിപ്പല്ല. അവിടുത്തെ സൗണ്ട് ആരും അറിയാത്ത ഒരു കഥ. എന്നാ കഥയോ അത് വേണ്ട, അറിയാവുന്ന വെക്കാൻ മതി. നടക്കുവോ ചെറിയ പ്രായത്തിൽ ആരും ആനവാൽ കല്യാണം. കിട്ടുന്നുണ്ടല്ലോ. ആനവാൽ കല്യാണം നോക്കിട്ട് പറഞ്ഞു. ആ കുട്ടിയുടെ നാമത്തിൽ അത് പറഞ്ഞ അപ്പൂട്ടിയുടെ നാമത്തിൽ ഇപ്പൊ ആര് പറഞ്ഞു? ഇപ്പൊ ഇവരാരണ്ട പറഞ്ഞു ഇല്ല. അപ്പൂട്ടിയുടെ നാമത്തിൽ ആൺകുട്ടിയല്ല, ബാബുട്ടിയുടെ നാമത്തിൽ. ആൺകുട്ടിയുടെ നാമത്തിൽ, ബാബുട്ടിയുടെ നാമത്തിൽ. അപ്പൂട്ടിയുടെ നാമത്തിൽ അങ്ങനെ പണമോ? അങ്ങനെയുണ്ട് ഒരു വീട്. നോക്കിക്കോ അന്നേരം. നോക്കിക്കോ, അങ്ങനെയുണ്ട് ഒരു വീട്.